ഹലോ ഡിയർ മാനിഫെസ്റ്റേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ, വൈഫിൻ്റെ, അതുമല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് നാളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ, അതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണം എന്ന് വളരെ നാളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് ഒത്തിരി ആപ്ലിക്കേഷനുകൾ അയച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒരു ഇൻ്റർവ്യൂ കോള് പോലും അവിടെ നിന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല. അങ്ങനെ ആ സ്ഥാപനത്തിൽ നിന്നും ഒരു ഇൻ്റർവ്യൂ കോള് നിങ്ങൾക്ക് ലഭിക്കാനായും ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ടെക്നിക്ക് വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ പവർഫുള്ളുമാണ്. ഈ ടെക്നിക്കിൻ്റെ പേരാണ് ആക്ട് ആസ് ഇഫ് ടെക്നിക്ക്. ഈ ടെക്നിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് 2 ഫോണുകളാണ്. ഒന്ന് നിങ്ങളുടെ ഫോണ്, രണ്ടാമത്തെ ഫോണായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മറ്റൊരു ഫോൺ നമ്പർ ഉപയോഗിക്കാം. അങ്ങനെ മറ്റൊരു ഫോൺ നമ്പർ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ എടുക്കുക, ഫോണിലെ കോണ്ടാക്ട്സിൽ പോവുക. ആ കോണ്ടാക്ട്സിൽ നിങ്ങളുടെ വീട്ടിലെ രണ്ടാമത്തെ നമ്പർ സേവ് ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ, നിങ്ങൾക്ക് ആ കോള് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേരിലായിരിക്കണം നിങ്ങളുടെ വീട്ടിലെ രണ്ടാമത്തെ ഫോൺ നമ്പർ നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ വേറെ പേര് സേവ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് നിങ്ങൾ ആ കോള് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേരിൽ ആ നമ്പർ സേവ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ രണ്ടാമത്തെ ഫോണിൻ്റെ നമ്പറാണ് നിങ്ങൾ സേവ് ചെയ്തതെങ്കിൽ ആ ഫോണിൽ നിന്നും നിങ്ങൾ ഈ ഫോണിലേക്ക് ഒരു മിസ് കോൾ കൊടുക്കുക. ആ മിസ് കോൾ വരുന്ന സമയത്ത് നിങ്ങൾ ആ കോൾ വരുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. അല്ല, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ നമ്പറാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഫ്രണ്ടിനെ വിളിച്ചൊന്ന് പറയുക, എനിക്കൊരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയാണ്, അതുകൊണ്ട് എൻ്റെ ഫോണിലേക്ക് ഒന്ന് മിസ് കോൾ അടിക്കുമോ എന്ന്. അപ്പോൾ ആ ഫ്രണ്ട് തീർച്ചയായും നിങ്ങൾക്ക് മിസ് കോൾ അടിക്കും. ആ കോള് വരുന്ന സമയത്ത് നിങ്ങൾ ആ കോളിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ എടുത്ത ആ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നത് ആരാ? നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുടെ പേരല്ലേ. അപ്പോൾ അവരുടെ കോള് വന്നു എന്നാണ് ആ സ്ക്രീൻഷോട്ട് മീൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മളുടെ ആക്ട് ആസ് ഇഫ്. അപ്പോൾ നിങ്ങൾക്ക് ആ കോള് ലഭിച്ചു കഴിഞ്ഞു, ആ കോള് ലഭിച്ചു എന്നുള്ളതിൻ്റെ പ്രൂഫ് നിങ്ങളുടെ ഫോണിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് 100% അത് വിശ്വാസയോഗ്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ആ കോള് ലഭിച്ചാൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ കോള് ലഭിച്ചാൽ നിങ്ങൾ സന്തോഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ് ഉണ്ടാകുക? ആ കോള് ലഭിച്ചാൽ നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവോ, അതോ നിങ്ങൾ ഓടിപ്പോയി നിങ്ങളുടെ വീട്ടിലുള്ളവർ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കെട്ടിപ്പിടിക്കുക? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സാധാരണ ഇതുപോലെയുള്ള അവസരത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാറുള്ളത്? ആ ഒരു സന്തോഷം നിങ്ങൾ ആ സ്ക്രീൻഷോട്ടിൽ നോക്കിക്കൊണ്ട് പ്രകടിപ്പിക്കുക. അതായത് അവരുടെ കോള് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം നൽകുന്ന കാര്യമാണത്. ആ സന്തോഷം ഇപ്പോൾ മനസ്സിൽ ആസ്വദിക്കുക, പ്രകടിപ്പിക്കുക. അങ്ങനെ പ്രകടിപ്പിച്ച ശേഷം ആ ഫോണ് കയ്യിലെടുത്ത് വെച്ച് സ്ക്രീൻഷോട്ടിൽ നോക്കിക്കൊണ്ട് ഇപ്രകാരം മനസ്സിൽ പറയുക, ഞാൻ ആഗ്രഹിച്ച വ്യക്തിയുടെ ഫോൺ കോൾ എനിക്ക് ലഭിച്ചതിന് നന്ദി, നന്ദി, നന്ദി. ഇനിയും പല അവസരങ്ങളിലും ഇതുപോലെയുള്ള ഫോൺ കോള് എനിക്ക് ലഭിക്കും എന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഫോൺ കോളുകൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഈ അഫർമേഷൻ ചെയ്ത ശേഷം നിങ്ങൾ ആ ഫോണ് ആ സ്ക്രീൻഷോട്ടിലേക്ക് ഒന്നുകൂടി നോക്കിയ ശേഷം ആ കോള് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങളുടെ ഫോണ് മാറ്റിവെക്കുക. അതിനുശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് അല്പസമയം വിഷ്വലൈസേഷൻ ചെയ്യുക. അതായത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളെ ഇപ്പോൾ വിളിച്ചു, അവരുമായിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടെ സംസാരിച്ചു എന്നുള്ള രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്ത് അവസാനിപ്പിക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്തതിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. അവരുടെ കോള് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോണ് ചെക്ക് ചെയ്യുകയൊന്നും വേണ്ട. നിങ്ങൾ ആ ദിവസം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വളരെ സന്തോഷത്തോടെ ചെയ്ത ശേഷം ലെറ്റ് ഗോ ചെയ്യുക. പിന്നെ ആ ടെക്നിക്കിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട.
അതായത് നിങ്ങൾക്ക് ആ കോള് ലഭിച്ചിരിക്കുകയാണ് എന്നുള്ള പൂർണ്ണമായ 100% വിശ്വാസത്തോടെയാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ കോള് ലഭിക്കും. സാധാരണയായി എല്ലാവർക്കും 24 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് ലഭിക്കാറുണ്ട്. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. 24 മണിക്കൂറിന് ശേഷം വീണ്ടും നിങ്ങൾ ഈ ടെക്നിക്ക് റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിശ്വാസം എന്നുള്ളത് പൂർണ്ണമായിരിക്കണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമായി വിശ്വാസം ഇല്ലാത്തവർ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വിശ്വാസം വരുന്നതുവരെ ഈ ടെക്നിക്ക് തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുടെ ആ ഫോൺ കോള് നിങ്ങൾക്ക് ലഭിക്കാനായി പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.